മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എപ്പോൾ എങ്ങനെയാണ് ഈ ബസ്സിന് തീപിടിച്ചത്? അമൃത, ഈ ബസ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു. ആ ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8:45 കൂടിയാണ് പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്, സെന എന്ന സ്വകാര്യ ബസ് ഈ കൊണ്ടോട്ടിയിലെ തുറക്കലിൽ വെച്ച് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഒരു പുകയായിരുന്നു ഉയർന്നിരുന്നത്. നേരത്തെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് ഓടുന്നതിനിടെ ചില മിസ്സിംഗ് കണ്ടതിനെ തുടർന്ന് ഡ്രൈവർ ഈ ഭാഗത്ത് സൈഡാക്കുകയായിരുന്നു. തുടർന്നാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള പുക ആദ്യം ഉയരുന്നത്. ഈ പുക ഉയരുന്നത് കണ്ട് ഇവർ ബസ് സൈഡാക്കുകയും പിന്നീട് ആളുകളെ പുറത്തിറക്കാൻ നോക്കുമ്പോൾ ഈ ഡോർ ഉൾപ്പെടെ ജാമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്ന് ആളുകളെ വേഗത്തിൽ ബസ്സിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ തോതിൽ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആളുകളെല്ലാം പുറത്തിറക്കി ഈ തീ അണക്കാൻ സമീപത്തെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരെല്ലാവരും ചേർന്ന് ഈ തീ അണക്കാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വളരെ പെട്ടെന്ന് പിന്നീട് തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ ഈ പ്രദേശവാസികളായ ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ദൃക്സാക്ഷികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? ഒരു 8:45 ടൈമായിരുന്നു. ആദ്യം ബസ് ഇവിടെ വന്നാണ് സൈഡാക്കി ഡ്രൈവർ പുറത്തേക്ക് ചാടി ഇറങ്ങി നോക്കി. ഞാൻ അത് കണ്ടാണ്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. വീട്ടിൽ നിന്ന് വന്നാണ് ഞാൻ ഈ സൈഡിൽ നോക്കിയപ്പോൾ അവിടെ നിന്ന് തീ കത്തല് തുടങ്ങിയാണ്. അങ്ങനെ യാത്രക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടായിട്ട് ഡോറ് തുറക്കാതെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അത് എയർ ഡോർ ആയതുകൊണ്ട് ജാമായിട്ട് നിൽക്കുകയാണ്. സാധാ ഡോറാണെങ്കിൽ എപ്പോഴും ആൾക്കാരെ തുറന്ന് പുറത്തേക്ക് ഈ സൈഡത്തെ ഗ്ലാസ് പൊട്ടിച്ചാണ്ടാണ് കുറെ യാത്രക്കാരൊക്കെ പുറത്തേക്ക് ചാടിയത്. അപ്പോത്തിന് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം പൈപ്പ് ഇട്ട് ഇതാക്കി വെള്ളം കൊണ്ടുവന്നാണ് ബക്കറ്റ് കൊണ്ടുവന്നാണ് ഇതാക്കുന്നുണ്ട്. പിന്നെ ഓസിട്ടപ്പോത്തിന് എന്തായിന് ബസ് ഏകദേശം ഫുള്ള് കത്തിയാണ്. പിന്നെ ബസ് ഏകദേശം കത്തി ഇതായതിന്റെ ദിവസമാണ് ഫയർഫോഴ്സും കാര്യമൊക്കെ വന്നത്. കൊണ്ടോട്ടി എന്താ വെച്ചാൽ ഒരു ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം പുകയാണ് കണ്ടത്. ആദ്യം ബസ്സിന്റെ ഉള്ളിൽ തന്നെ നിർത്തിയപ്പം തന്നെ ഏകദേശം പുക. ആളുകളെ ഈ ഡോറ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. എന്നിട്ട് സൈഡത്തെ ഗ്ലാസ് അതിന്റെ ഇത് നീക്കാണ്ട് അതിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പുറത്തേക്ക് ചാടിച്ചത്. ബസ്സിൽ യാത്രക്കാർ കമ്മിയായി, അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടൊന്നും കഴിച്ചില്ല. അതായത് പിന്നെ ഈ ഫയർഫോഴ്സ് ഒക്കെ വന്നപ്പോഴേക്കും ബസ് ഏകദേശം ഒക്കെ കത്തിയാണ്. എന്നാലും ഫയർഫോഴ്സ് പെട്ടെന്ന് എത്തിയാണ്. ഇവിടെ ആ കണക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ആളുകൾ ഈ സമയത്തുണ്ടായിരുന്ന ആളുകൾ നമ്മളൊപ്പം ശരിയാണ്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചല്ലേ? ബസ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. അതായത് പുക വന്ന് പിന്നീട് ആളി കത്തിക്കായിരുന്നു. അതായത് ആദ്യം ചെറുതായിട്ട് കണ്ടിട്ടുള്ളൂ. ദൃക്സാക്ഷി പറഞ്ഞില്ലേ, ചെറുതായിട്ട് കണ്ടു. അപ്പോൾ അത് നിസ്സാരമായിട്ട് ആൾക്കാരൊക്കെ പുറത്തിറക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ച് റൂട്ടിൽ പോകാന്നുള്ളതിലാണ്. അപ്പം പല യാത്രക്കാരും ബാഗ് മൊബൈലൊക്കെ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ സംഭവിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് എന്നുള്ളതിൽ പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ള കാരണം എന്താ, ഒരു ഫെയർ സ്റ്റേഷൻ്റെ യൂണിറ്റ് ഇത് കാലങ്ങളായിട്ട് ഇവിടെ എല്ലാവരും ആവശ്യപ്പെടണം. ഇവിടെ പൊതുപ്രവർത്തകർ എല്ലാവരോടും, നമ്മൾ MLA-നോടായാലും നമ്മൾ നവകേരള എല്ലാ ഇതിലും ഒക്കെ കൊടുത്താൽ. അപ്പം കേരള സർക്കാർ ഇത് അനുവദിച്ചിട്ടും ഈ കൊണ്ടോട്ടിയിലെ മുനിസിപ്പാലിറ്റിക്കോ ഈ MLA-ക്കോ ഇതിന് സ്ഥലം കണ്ടെത്തി. ഇപ്പം മുനിസിപ്പാലിറ്റി ആയിട്ട് തന്നെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഒരു സിവിൽ സ്റ്റേഷന് സ്ഥലം കണ്ട് എത്തിയിട്ടില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ ഫയർ സ്റ്റേഷൻ ഇതൊക്കെ അതിൽ പെടും. അതുവരെ നടപ്പിലാക്കി കൊടുക്കാൻ ഈ MLA-ക്കോ ഇവിടുത്തെ ലോക്കൽ ബോഡിക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇവിടെ നാട്ടുകാരെ ഒരാവശ്യമാണ്. അത് പിന്നെ പ്രത്യേക ഒരു കാരണം പറയാനുള്ളത്, ഇവിടെ ഈ കേരളത്തിലെ എല്ലാ എയർപോർട്ടിലും പരിസരത്ത് കേരള സർക്കാരിൻ്റെ ഒരു യൂണിറ്റ് ഫയർ സ്റ്റേഷൻ ഉണ്ടാവും. അത് ഈ കരിപ്പൂര് എയർപോർട്ടിൽ അതില്ല. പിന്നെ NOC IOC ഗ്യാസിൻ്റെത് ഇതൊക്കെ ആയിട്ട് ഈ പരിസരത്ത് ഭയങ്കര ഭയാനകരമായ ഒരു ആക്സിഡന്റ് നടന്നാൽ ചുങ്കത്ത് നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് ഇവിടുന്ന് ഏകദേശം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഈ ഫയർ ഇത്രയും ടൈം കൊണ്ട് എത്തിയത്. മറ്റു ദിവസങ്ങൾ ട്രാഫിക് താണ്ടിക്കാണ്ട് മണിക്കൂർ പിടിക്കും. പിന്നെ കാരണം പറയൽ ഒരു എയർപോർട്ടിലുണ്ട്, എയർപോർട്ടിലത്തെ ഒരു ഫയർ നമുക്ക് കിട്ടൂല. അത് കടമ്പകളൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ കഴിയേണ്ടതെല്ലാം കഴിയും. ഇന്നിപ്പോൾ ആളപായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്
ഇതായി. ഇതിനെതിരെ ഞാൻ 3-4 പരാതികൾ നമ്മൾ കൊണ്ടോട്ടി പ്രതികരണ വേദി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്, MLA കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇത് നടപ്പിലാക്കാൻ ഇവരോട് ആരോടും സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ചേളാരി IOC പ്ലാന്റ്, എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ മീൻചന്തയിൽ നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നോ മഞ്ചേരിയിൽ നിന്നൊക്കെയാണ് ഫയർഫോഴ്സ് ഇന്നും സമാനമായ രീതിയിൽ മലപ്പുറത്ത് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. അപ്പോഴേക്കും ഏതാണ്ട് ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ബസ്സേ ഇത് ഫസ്റ്റ് കത്തിയത് വളരെ നിസ്സാരവൽക്കരിച്ച, അതായത് ഇതിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് പറയാനുള്ളതാണ്, ഇതിന്റെ ഡീസൽ ചെക്ക് ചെയ്യണം. ഒന്ന് ബയോഡീസൽ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽ അതിൽ കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുമാണ്. ഈ ബസ് ഇത്രയും പെട്ടെന്നാണ് ഇത് ആളി കത്തിയത്. നിസ്സാരമായിട്ട് കണ്ടൊരു സമയം പെട്ടെന്ന് ആളെ കത്തി. പിന്നെ ഈ ബസ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിലൊക്കെ കുറച്ച് റോങ്സ് ആണ്. ഫേസ്ബുക്ക് എടുത്താൽ ഇന്നലെ വരെ ഇവരെ പോസ്റ്റും ഇവരെ മാനേജ്മെന്റ് പക്ഷെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം, അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഡീസൽ എടുത്തിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഓവർ സ്പീഡിന് വേണ്ടിയിട്ട് കെമിക്കൽ കൂട്ടിയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുന്നേ പൂക്കിപ്പറമ്പിൽ സംഭവിച്ചത് ഇതിപ്പോൾ ആളഭയം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായി. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് ഇതാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ്സുകളോടൊക്കെ ഡീസൽ ഓവർ സ്പീഡിന് വേണ്ടി എന്താ ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും. അതായത് ആദ്യം ചെറിയ രീതിയിൽ കണ്ട പുക പിന്നീട് പെട്ടെന്ന് ആളി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡീസലിനകത്ത് എന്തെങ്കിലും കെമിക്കൽ സ്പീഡ് കൂടാനും മറ്റും പവർ കിട്ടാനും മറ്റും ഒക്കെ ഇതിൽ കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ഈ ഫയർ സ്റ്റേഷന്റെ ഒരു കാര്യം, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തീപിടുത്തമുണ്ടായാൽ ഇങ്ങോട്ടേക്ക് ഒരു ഫയർ യൂണിറ്റ് എത്തുക എന്നുള്ളത് ഏറ്റവും ദുർഘടമായ കാര്യമാണ്. വലിയ ബ്ലോക്കുകൾ പിന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ അപകടം വലിയ തരത്തിൽ വ്യാപിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ബസ് തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഏതായാലും ബസ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. അമൃത.